വെൽക്കം ടു പ്രീതിസ് മന്ന കിച്ചൺ. നമ്മൾ ഇന്നിവിടെ ഒരു വെജിറ്റബിൾ പാസ്തയാണ് തയ്യാറാക്കുന്നത്. വീറ്റ് പാസ്തയാണ് അതിലേക്ക് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിലേക്ക് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നും കാണാം. വീറ്റ് പാസ്ത വേവിച്ചെടുത്തത് വെള്ളത്തിനകത്ത് ഒരല്ലി വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ച് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഒരുപാട് വേവിച്ച് കളയരുത്. നമ്മൾ ഞുറുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഞുറുങ്ങുന്ന പരുവത്തിനുള്ള വേവേ ആകാവുള്ളൂ. എണ്ണ ആവശ്യത്തിന് വെജിറ്റബിൾ, ഞാനിവിടെ മിക്സഡ് വെജിറ്റബിൾ ഫ്രോസൺ ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ളത് ഉപയോഗിക്കാവുന്നതാണ്. അതും 1/2 കിലോ. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 സവാള, 5 തക്കാളി ചെറുതായിട്ടരിഞ്ഞത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ എരിവ് അധികം ഉണ്ടാവില്ല. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ വീറ്റ് പാസ്ത ഉണ്ടാക്കുന്നത്. ഇനി അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഞാനിവിടെ ഒരു പാനിലേക്ക് 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ പാസ്ത ഉണ്ടാക്കാൻ അത്ര ചേരുന്ന ഒരു എണ്ണയല്ല. നമുക്കിതിലേക്ക് ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇടാം. സവാള അരിഞ്ഞത്, നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇഞ്ചി സവാളയും വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് വഴന്നു കഴിഞ്ഞു. ഇനി കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഉപ്പ് നമുക്ക് മുളക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കാം. ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ടൊന്ന് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ തക്കാളി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിതിൻ്റെ മൂടി ഒന്ന് മാറ്റി നോക്കാം. ഇതിനകത്ത് വരുന്ന ഈ വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിക്കാം. നമുക്ക് ഇച്ചിരി ഗ്രേവി ആവശ്യമുള്ളത് കൊണ്ട് നന്നായിട്ട് ഇളക്കാം. വേകുന്നിടം വരെ നമ്മൾ മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. വീണ്ടും നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമ്മൾ ടൊമാറ്റോ നന്നായിട്ട് വെന്ത് കുഴഞ്ഞിരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലേക്ക് മിക്സ് ചെയ്യാം. വീണ്ടും നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ വെജിറ്റബിൾ കുക്കായോ എന്ന് നോക്കാം. ആവശ്യത്തിന് വെന്ത് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നു. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം.
നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പാസ്ത ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിതിനകത്ത് ഉപ്പൊന്നും ഇടാണ്ടാണ് ഇത് വേവിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വെജിറ്റബിൾ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പാസ്ത വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ അത് സൂക്ഷിച്ച് വേണം എടുക്കാൻ. ലേശം കൂടി ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ആവി കയറുന്നിടം വരെ നമുക്ക് മൂടി വെച്ച് വേവിക്കും. ഇത് മൂടി വെച്ചിട്ട് 5 മിനിറ്റായി. നമുക്കൊന്ന് ഇതിൻ്റെ മൂടി മാറ്റി നോക്കാം. നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഒന്ന് ഇളക്കാം. പൊടിഞ്ഞു പോകാതെ സൂക്ഷിച്ച് വേണം ഇളക്കിയെടുക്കാൻ. നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. നല്ല ഡ്രൈ പാസ്തയാണിത്. നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. വെജിറ്റബിൾ വീറ്റ് പാസ്ത റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു പാസ്തയാണിത്. മുളക് പൊടി ചേർക്കുമ്പോൾ കാശ്മീരി മുളക് പൊടി ചേർക്കുവാണെങ്കിൽ നല്ല എരിവില്ലാതെ നല്ല കളറോട് കൂടി കിട്ടും. ഞാൻ ഇതിനകത്ത് കളറൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡ് കളറോ യെല്ലോ കളറോ ചേർക്കാവുന്നതാണ് ഇതിലേക്ക്. വീറ്റ് പാസ്ത വളരെ ഹെൽത്തിയാണ്. നമ്മൾ ഏറെ വെജിറ്റബിൾ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരല്പം ബട്ടർ കൂട്ടി കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റിയാകും. കറി കൂട്ടി വേണമെങ്കിലും നമുക്ക് ഈ പാസ്ത കഴിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് പ്രീതീസ് മന്ന കിച്ചൻ.